ഹായ്, നമസ്കാരം ട്രിവാൻഡ്രം. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്തിൻ്റെ വലിയൊരു സെലിബ്രേഷൻ മൂഡിലുള്ളൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും, IFKയുടെ 30ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. ഞാൻ ഈ ഒരു ഈവനിങ് സമയത്ത് അവിടെയാണുള്ളത്. വളരെ സന്തോഷമുള്ള വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, പിന്നെ സിംഗേഴ്സ് ഉണ്ട്. ഇത് കാണാനെത്തിയ ഒരുപാട് വലിയ ആൾക്കാരുണ്ട്. നമുക്കെല്ലാവരെയും പരിചയപ്പെടാം. അപ്പോൾ ഈ ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഈ വലിയ സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ അവരോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല വിശേഷം. ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വർഷം എല്ലാ വർഷവും ഈ സമയം എന്ന് പറയുന്നത് വേറൊരു കൂടാണ്. ഇത് ഈ പടങ്ങൾ കാണുക മാക്സിമം എന്നുള്ളതാണ്. എല്ലാ ദിവസവും വന്നിട്ടുണ്ട് എല്ലാവരും. 2011 എല്ലാ വർഷം വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെല്ലാവരും സുഹൃത്തുക്കൾ തന്നെ. മാത്രം കാണുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് എല്ലാ വർഷവും പല ജില്ലയിൽ നിന്ന് വരുന്നത്. നാട്ടിലെവിടെയാണ്? ഞാൻ ഹായ്, എൻ്റെ പേര് വേദവ്യാസ് എന്നാണ്. എൻ്റെ പേര് ജാനകി. ഇവിടെ കൂട്ടത്തിലുള്ള അപ്പോൾ നമ്മൾ 4 സുഹൃത്തുക്കൾ നമ്മുടെ സിനിമ ആദ്യ സ്നേഹത്തിൻ്റെ വിരുദ്ധവേഷ ഇവിടെ സംരക്ഷണം ചെയ്യുന്നുണ്ട്. ഇനി 2 ഷോസ് കൂടെ വരാനുണ്ട്. ഒന്ന് 16th-നും ഒന്ന് 18th-നുമാണ്. അപ്പോൾ ഫസ്റ്റ് ഷോ ഇന്നലെ കഴിഞ്ഞിരുന്നു 9:30-ക്ക്. എല്ലായിടത്തും നല്ല അഭിപ്രായമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് നമ്മളോട് അഭിപ്രായം പറയാം. ഒരു 40 മണിക്കൂർ കൊണ്ട് ചെയ്തൊരു പടമാണ്. ഇതിൽ കുറേ ടൈം കൺസ്യൂമിൻ്റെയും പൈസയുടെ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ നമ്മളെല്ലാവരും ഒരു ഫാമിലിയോടെ നിന്ന് രാത്രി ഫുൾ ഓൾ നൈറ്റ് ഷൂട്ടുള്ളതായിരുന്നു. അതെ, പിന്നെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഈ സിനിമ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുചേർന്ന് ഒരുപാട് അത് ഭയങ്കര ഒരു അടിപൊളി മൈൻഡ് സെറ്റാണ്. നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി. നമ്മളെല്ലാവരും സിനിമയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതാണ്. നല്ല വിശേഷങ്ങൾ. കുറച്ച് നാളായിട്ട് മിസ് ചെയ്തു. കഴിഞ്ഞ 4 വർഷമായിട്ട് പോകാൻ പറ്റാറില്ല. ഇപ്പൊ വീണ്ടും ഇരിക്കുകയാണ്. വളരെ സന്തോഷം. വളരെ സന്തോഷം. ഈ ആംബുലൻസിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ റിലീസാവാനുണ്ട്. കുറച്ച് റിലീസാവാൻ എന്തായാലും സന്തോഷം. അപ്പോൾ പരിചയപ്പെടുത്താൻ ആവശ്യമില്ല. നമുക്ക് കാണാൻ വലിയ സന്തോഷം. എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാം? 10-15-20 കൊല്ലം കൊണ്ട് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആളാണ്. ഓരോ വർഷത്തെയും മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. ഓക്കെ, വളരെ സന്തോഷമുള്ള സമയമാണ് ഈ ഒരാഴ്ച. കലകൾ കണ്ടു. അല്ലെങ്കിൽ അടുത്ത പുതിയ മൂവിയാണ് വളരെ പരിചയപ്പെടുകയാണ് പടം. അപ്പൊ അതിന്റെ ഒരു നെക്സ്റ്റ് വീക്ക് ഈ വീക്കിൽ ഇറങ്ങുകയാണ്. അതെല്ലാം വിശേഷം. സന്തോഷം. വിശേഷം എന്താണ് പിന്നെ എനിക്കൊന്നും കുട്ടികൾക്കായാലും ടിക്കറ്റ് പാസ്സൊക്കെ കുറച്ച് കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് സിനിമ കാണാൻ പറ്റുന്നത്. അത് ഭയങ്കര ഗുണമായിട്ട് തോന്നുന്നു. പിന്നെ എനിക്ക് എടുക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് സിനിമകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാം പ്രീമിയർ സിനിമകളാണല്ലോ. ശരിയാ. അതൊക്കെ ഒരു ചാൻസ് തന്നെയാണ്. മറ്റ് എന്റെ തിയേറ്ററിൽ ഓരോ ഹിറ്റായ സിനിമകൾ ഒരുപാട് ഫെസ്റ്റിവലുകളല്ലോ. ചേർന്നതാണ്. അടുത്ത ഇനിയിപ്പോ എനിക്ക് അറിയാവുന്നത് ലക്ഷ്മി കൃഷ്ണയുടെ ഒരു പടമുണ്ട്. നമ്മുടെ ബിബീഷിന്റെ ഒരു പടം. പിന്നെ വേറെ അല്ലാതെ 2 പടം ഉണ്ട്. പ്രോജക്ട് ഞാൻ തിരുവനന്തപുരം സന്തോഷം. ആക്ച്വലി ഇന്നാണ് വരാൻ പറ്റിയത്. പണ്ടത്തെ ഒരു വൈബ് ഫീൽ ചെയ്യുന്നില്ല.
കഴിഞ്ഞ വർഷമാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആണല്ലേ? അത് എനിക്ക് തോന്നി ഞാൻ വന്നതേ ഉള്ളൂ, ഞാൻ അതുകൊണ്ടാണോന്ന് അറിയത്തില്ല. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര പടം കണ്ടായിരുന്നു? അല്ലല്ല, അല്ലായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം അയ്യപ്പക്ക് തിരിച്ചു വരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ വർക്കിന്റെ ഭാഗമായിട്ട് പുറത്തായിരുന്നു. അപ്പോ ആ സമയത്ത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു വൈബാണ്. അപ്പോ സുഹൃത്തുക്കളൊക്കെ വേറെ സ്ഥലത്താണ് ജോലിക്കൊക്കെ ആയിട്ട് മാറി. അപ്പോ ഒരുപാട് പേര് കാണാൻ പറ്റിയില്ല വന്നിട്ട്. എന്നിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഓരോ അയ്യപ്പക്കെയും നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വരും. അപ്പൊ ആ അന്നത്തെ സൗഹൃദം പുതുക്കുന്ന ഒരു എന്റെ ഒരു ഭാഗത്തുനിന്ന് എനിക്ക് ഫിലിം കാണുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്ക് ഇങ്ങനെ ചുറ്റി കറങ്ങി പഴയ ആളുകളായിട്ട് ഒരു സൗഹൃദം പുതുക്കുന്നതാണ്. ഈ മേഖലയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ മീഡിയയിലാണ്, എവിടെയാണോ? ഓൺലൈൻ മീഡിയ ഞാൻ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ പഠിക്കാണ്.